മാഡം മാഡം ഒരു മിനിറ്റ്, എനിക്കൊരു കാര്യം പറയാനുണ്ടായിരുന്നു. എന്താണ്? മാഡം ദയവായി ഞങ്ങളോട് അല്പം കനിവുണ്ടാവണം. ഭാവന ഒരു പാവമാണ് മാഡം. അവൾ ഒരിക്കലും അറിഞ്ഞുകൊണ്ട് ഒരാളെയും വേദനിപ്പിക്കില്ല. അപ്പൊ പിന്നെ വീട് കയറി തല്ലുണ്ടാക്കിയത് ഭാവന അറിയാതെ സംഭവിച്ചതാണോ? അതിന് പിന്നിൽ എന്തോ തക്കതായ കാരണം ഉണ്ടാവും മാഡം. അങ്ങനെയാണെങ്കിൽ ഭാവന അത് കോടതിയിൽ പറയട്ടെ. എന്തായാലും ഒരിക്കലും സ്റ്റേഷൻ ജാമ്യം കൊടുക്കാൻ പറ്റില്ല. അത്രമാത്രം സ്ട്രോങ് ആണ് ഈ കേസ്. അറിയാലോ, ഞങ്ങളുടെ ഇഷ്ടത്തിന് ഈ കേസ് കൈകാര്യം ചെയ്താൽ ഒടുവിൽ ഞങ്ങൾക്കെതിരെയാവും നടപടി. അല്ലാതെ എനിക്ക് ഭാവനയോട് വ്യക്തിവൈരാഗ്യമൊന്നുമില്ല. മാഡം 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 ഞാനിനി എന്താണ് ചെയ്യേണ്ടത്? ഭാവനയ്ക്ക് ഒരിക്കലും അവളുടെ കുഞ്ഞിനെ നഷ്ടപ്പെട്ടാണ് മാഡം. വീണ്ടും ഒരമ്മയാകാനുള്ള ഭാഗ്യം കിട്ടിയതിന്റെ സന്തോഷത്തിലായിരുന്നു അവൾ. മാഡം, ഇനി അവളുടെ വയറ്റിൽ വളരുന്ന കുഞ്ഞിന് എന്തെങ്കിലും സംഭവിച്ചാൽ പിന്നെ ഒരിക്കലും അവൾക്കൊരു അമ്മയാകാൻ പറ്റില്ല മാഡം. ഞാൻ വേണമെങ്കിൽ മാഡത്തിന്റെ കാല് പിടിക്കാം. മാഡം മാഡം പ്ലീസ് മാഡം, അവളെ രക്ഷിക്കണം മാഡം. പ്ലീസ് മാഡം, ഭാവനയെ ഒന്നും ചെയ്യരുത് മാഡം. ദയവായി അവളോട് അല്പം കരുണ കാണിക്കണം മാഡം. ഞങ്ങളെ കൈവിടരുത് മാഡം. മാഡം പ്ലീസ്. നിങ്ങൾ എന്തായി കാണിക്കുന്നേ? എഴുന്നേക്കൂ. ഇല്ല. എന്താ പറ്റി? വെല്ലിച്ച 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 സർ വെല്ലിച്ച സർ എന്താ 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 പറ്റി സർ? വെല്ലിച്ച സർ വെല്ലിച്ച എന്തു പറ്റി? പെട്ടെന്ന് കണ്ണിൽ ഇരുട്ട് കയറുന്ന പോലെ തോന്നി. വെല്ലിച്ചൻ എങ്ങനെയാ മേഡം? ഞങ്ങൾക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും പറ്റിയാ സഹിക്കത്തില്ല. സോറി മാഡം, മനസ്സിന്റെ നിയന്ത്രണം വിട്ടുപോയി. നിങ്ങളുടെ അവസ്ഥ എനിക്ക് മനസ്സിലാവും. ഭാവന ഇന്ന് തന്നെ വിടണമെങ്കിൽ ഇപ്പൊ ഒരു വഴിയേ ഉള്ളൂ. എന്താ എന്താ മാഡം? എന്താണേലും പറഞ്ഞോളൂ, ഞാൻ ചെയ്യാം. ആരാണോ കംപ്ലൈന്റ് തന്നത് അവര് കംപ്ലൈന്റ് പിൻവലിക്കണം. അവർക്ക് പരാതിയില്ലെന്ന് പറഞ്ഞാ പിന്നെ ഞങ്ങൾക്ക് പ്രശ്നമില്ല. അതിനെന്തെങ്കിലും മാർഗം ഉണ്ടോ നോക്കൂ, അല്ലാതെ ഒന്നും ചെയ്യാൻ പറ്റില്ല. പിന്നെ ഭാവന ഗർഭിണി ആയതുകൊണ്ട് ഭാവനയ്ക്ക് ആവശ്യമായ സംരക്ഷണം ഇവിടെ ഉണ്ടാവും. ഇദ്ദേഹത്തെ റൂമിലേക്ക് മാറ്റിക്കോ, റെസ്റ്റ് എടുക്കട്ടെ. എനിക്ക് ഫോൺ. വെല്ലിച്ച വാ.